കർണാടകയിൽ വൻ ലഹരി വേട്ട. 75 കോടി രൂപ വിലമതിക്കുന്ന 37.87 കിലോ MDMA ആണ് പിടികൂടിയത്. സംഭവത്തിൽ അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തിന്റെ ഭാഗമായ 2 ദക്ഷിണാഫ്രിക്കൻ വനിതകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാബ ഫാൻഡ് അതുപോലെ തന്നെ അബിഗൽ അഡോണിസ് എന്നിവരാണ് അറസ്റ്റിലായത്. മാർച്ച് 14-നാണ് ഇരുവരെയും പിടികൂടിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ താമസിക്കുന്നവരാണിവർ. ബംഗളൂരുവിലേക്ക് വിമാനമാർഗം യാത്ര ചെയ്ത് ലഹരി കടത്തുന്നത് ഇവരുടെ സ്ഥിരം പതിവായി എന്നാണ് വിവരം ലഭ്യമാകുന്നത്. സമാനമായി ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വിമാനമാർഗം എത്തിയപ്പോഴാണ് പോലീസിന്റെ വലയിലായതും. വിദേശ വനിതകൾ വഴി വൻതോതിൽ ലഹരിക്കടത്ത് നടക്കുന്നുണ്ട് എന്നും പോലീസ് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2 വനിതകളെയും ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപത്തു നിന്നും പോലീസ് പിടികൂടിയത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന 2 ട്രോളി ബാഗുകളിലാണ് MDMA ഉണ്ടായിരുന്നത്. 18,000 രൂപയും 4 മൊബൈൽ ഫോണുകളും പാസ്പോർട്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം 2024-ൽ മംഗളൂരു ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു അറസ്റ്റിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ വൻ മയക്കുമരുന്ന് വേട്ടയിലേക്ക് എത്തി നിൽക്കുന്നത്. ഹൈദർ അലി എന്ന ഒരാളിൽ നിന്ന് 15 ഗ്രാം MDMA പിടിച്ചെടുക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഹൈദർ അലിയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ചില വിവരങ്ങളെ തുടർന്ന് കേസ് CCB അതായത് സെൻട്രൽ ക്രൈം ബ്രാഞ്ച് യൂണിറ്റിന് കൈമാറിയിരുന്നു. അവർ നടത്തിയ അന്വേഷണത്തിലാണ് കർണാടകയിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറയുന്നു. 6 മാസങ്ങൾക്ക് മുൻപ് 6 കിലോഗ്രാം മയക്കുമരുന്നുമായി പീറ്റർ എക്കേഡി എന്ന നൈജീരിയൻ സ്വദേശി അറസ്റ്റിലായിരുന്നു. അയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വിദേശ പൗരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹി വഴി ബംഗളൂരുവിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നു. ബംഗളൂരു നഗരത്തിലേക്ക് 2 വിദേശ വനിതകൾ മയക്കുമരുന്നുമായി എത്തുന്നുവെന്ന രഹസ്യ വിവരം മാർച്ച് 14-നാണ് പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപമുള്ള നിലോദ്രി നഗറിൽ വെച്ച് 2 ആഫ്രിക്കൻ വനിതകളെ മംഗളൂരു സെൻട്രൽ ക്രൈം ബ്രാഞ്ച് പിടികൂടുകയായിരുന്നു. അതേസമയം ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെ മയക്കുമരുന്നിന്റെ കേന്ദ്രമായി മാറുകയാണ്. കോളേജ് വിദ്യാർത്ഥികൾ, സ്കൂൾ കുട്ടികൾ എന്നിങ്ങനെ കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയയുടെ പ്രവർത്തനം. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും കേരളത്തിലാണ്. ലഹരിക്ക് കൂടാതെ തന്നെ കൊലപാതകങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഠിന ശിക്ഷ ലഭിക്കാത്തതാണ് ഒരിക്കൽ പിടിക്കപ്പെട്ടവർ തന്നെ വീണ്ടും ലഹരി കടത്താൻ തയ്യാറായി മുന്നോട്ട് വരുന്നതെന്ന കാരണമെന്നതാണ് പൊതുവെയുള്ളൊരു ആക്ഷേപം. ശിക്ഷ കടുപ്പിക്കാതെ തന്നെ ലഹരി കേസുകൾ കുറയില്ല എന്നതാണ് പറയുന്നത്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ലഹരിക്കടത്തിന് ശിക്ഷ വളരെ കുറവാണ്. ലോകത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട് വധശിക്ഷ വരെ കിട്ടുന്ന രാജ്യങ്ങളുണ്ട്. മലേഷ്യ, ചൈന, വിയറ്റ്നാം, ഇറാൻ, UAE എന്നിവയാണ് ആ രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.